മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കി ചേർത്തല പോലീസ് കേസെടുത്തു. SNDP യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖാ യോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് നടപടി. വിശ്വാസവഞ്ചന, ചതി ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വെള്ളിയാഴ്ച കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചത്. തട്ടിപ്പ് നടക്കുമ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്നു തുഷാർ. നിലവിൽ SNDP യോഗം വൈസ് പ്രസിഡന്റും NDAയുടെ സംസ്ഥാന കൺവീനറുമാണ്. SNDP യോഗം ചേർത്തല യൂണിയൻ കൺവീനറായിരുന്ന അന്തരിച്ച KK മഹേശൻ ഒന്നാം പ്രതിയും ഓഫീസ് ജീവനക്കാരനായിരുന്ന സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ്. 2018 മെയ് 4 സംഘടനാ മുഖേന യൂണിയൻ ബാങ്കിന് കലവൂർ ശാഖയിൽ നിന്ന് ലഭ്യമാക്കിയ 6.5 ലക്ഷം രൂപയുടെ വായ്പ തട്ടിപ്പിന് ഉപയോഗിച്ചതായി പ്രഥമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലിശ ഇനത്തിൽ 1,11,465 രൂപ ഉൾപ്പെടെ നിശ്ചിത ഗഡുക്കളായി യൂണിയൻ ഓഫീസിൽ കൃത്യമായി അടച്ചെങ്കിലും അവിടെ നിന്നും ബാങ്കിന് നൽകിയില്ല. 6 ലക്ഷത്തോളം രൂപ മാത്രമാണ് യൂണിയൻ അടച്ചത്. ശേഷിച്ച തുക പ്രതികൾ കൈക്കലാക്കി. എന്നാൽ വായ്പാ തുകയും പലിശയും പൂർണ്ണമായി അടച്ച് വായ്പ ഇടപാട് അവസാനിപ്പിച്ചതായി യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ചാണ് സംഘം നൽകിയതെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അംഗങ്ങൾക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെയാണ് തട്ടിപ്പ് വെളിപ്പെട്ടത്. സംഘാംഗങ്ങൾ യൂണിയൻ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചിരുന്നില്ല. ഇതോടെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. നിലവിലെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ ഉറപ്പും പാലിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ചേർത്തലയിലെ 102 സംഘങ്ങൾക്ക് യൂണിയൻ ബാങ്ക് 2013 മുതൽ നൽകിയ 4.42 കോടി രൂപയും പലിശയും കുടിശ്ശികയായുള്ളതായാണ് വിവരം. 1200 കുടുംബങ്ങളാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. 3 സംഘങ്ങൾ ഇതിനകം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് നിലവിലുള്ള സൂചന. ഇനി ചരിത്രം പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് പിന്നോക്ക വികസന കോർപ്പറേഷൻ നൽകിയ സാമ്പത്തിക വിനിയോഗ റിപ്പോർട്ടിലാണ് ക്രമക്കേട് വ്യക്തമാക്കുന്നതെന്ന് വിജിലൻസ് ആദ്യം 1 കോടിയുടെ വായ്പാ വിനിയോഗ ലിസ്റ്റ് വ്യാജമാണെന്നും കോട്ടയം കുമാരനാശൻ സ്വയം സംഘത്തിലെ അംഗങ്ങളെ ഉപയോഗിച്ച് മറ്റ് 2 സംഘങ്ങൾ കൂടി ഉണ്ടാക്കി പണം തട്ടിയതായി വിജിലൻസ് അന്നേ റിപ്പോർട്ട് പുറത്തിറക്കിയതാണ്. സാമ്പത്തിക ക്രമക്കേടും പണസമാഹരണവുമാണ് വിജിലൻസ് വെള്ളാപ്പള്ളിക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. 15.85 കോടി രൂപയാണ് SNDP യോഗം കോർപ്പറേഷനിൽ നിന്നും വായ്പാ വിതരണത്തിനായി വാങ്ങിയിരുന്നത്. ഈ പണം പൂർണ്ണമായും വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് മുൻ MDമാരായ M. നജീബും ദിലീപ് കുമാറും പരിശോധിച്ചിരുന്നില്ല. ക്രമക്കേട് നടന്നുവെന്ന് അറിഞ്ഞിട്ടും പല ഘട്ടങ്ങളിലായി നജീബ് പണം അനുവദിച്ചു. ക്രമക്കേട് വ്യക്തമായ AGയുടെ റിപ്പോർട്ടിന് ശേഷവും ദിലീപ് കുമാറും പണം നൽകി. SNDP യോഗത്തെ NGO ആയി പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ വായ്പ അനുവദിച്ചത്. 2014 വരെ ഒരു അന്വേഷണവും കോർപ്പറേഷൻ നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ ഗൂഢാലോചനയും സാമ്പത്തിക ക്രമക്കേടും കാരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭിക്കേണ്ട വായ്പയാണ് നഷ്ടമായതെന്ന് FIRൽ വിജിലൻസ് പറഞ്ഞിരുന്നു. SNDP നേതൃത്വത്തിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി വെല്ലുവിളി നടത്തിയതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിൽ FIR കോടതിയിലെത്തുന്നത്. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള 5 പേരാണ് കേസിൽ പ്രതികളായി അന്നുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ മൈക്രോ ഫിനാൻസുമായി തനിക്കോ അല്ലെങ്കിൽ SNDPക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്.